ട്രൈ ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ 2 ഐറ്റംസ് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. പഴം കൊണ്ടുള്ള 2 സ്നാക്സാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പഴം ചെറിയ കഷ്ണങ്ങളാക്കിയതിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2-3 ഏലക്കാപ്പൊടി, അതുപോലെ ശർക്കരയാണ് കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ഒഴിവാക്കി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്കത് മാറ്റി വെക്കാം ചൂടാറാനായിട്ട്. ഇനി ഇതിലേക്കുള്ള ദോശ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതിലേക്ക് 1.5 കപ്പ് മൈദ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും 2-3 ഏലക്കായും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കുള്ള ദോശക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഈ ദോശ ചൂടോടുകൂടെ തന്നെ നമ്മൾ ചുട്ട ശേഷം ഇതിലേക്ക് നമ്മൾ ഈ പഴത്തിൻ്റെ മിക്സ് കൂടി ചേർത്ത് ഒന്ന് മടക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ദോശയും ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മടക്കിയെടുത്തത് നമ്മൾ ഈ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്ത് നമ്മൾ ഈ പാനിൽ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒന്നുകൂടിയും ടേസ്റ്റ് കൂടും കേട്ടോ. എന്നിട്ട് മറ്റേ ഭാഗം കൂടി നമ്മളിതുപോലെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു ചട്ടിപ്പത്തിരി പോലെയൊക്കെ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി ഈസിയാണ് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ബാക്കി വരുന്ന പിന്നെ നമ്മളെ പഴത്തിൻ്റെ മിക്സിലേക്ക് കുറച്ച് റവ വറുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതോരോ ഉരുളയും എടുത്ത് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കുകയാണ്. അപ്പോൾ അത് എണ്ണ ഒടിക്കുന്ന ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതും കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു കൂട്ടുകൊണ്ട് തന്നെ 2 പലഹാരം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.